ഹലോ, വെൽക്കം ടു മൈ ആർട്സ് ആൻഡ് വ്യൂസ് ചാനൽ. ഇന്ന് ഞാനൊരു കുഞ്ഞ് സർപ്രൈസ് ട്രാവൽ വ്ലോഗായിട്ടാണ് വന്നേക്കുന്നത്. നമുക്കിന്നൊരു കാട്ടിലൂടെ യാത്ര ചെയ്ത് ഒരു ചായ കുടിക്കാൻ പോയാലോ? സോ ലെറ്റ്സ് ഗോ. എഗെയിൻ വെൽക്കം ടു മൈ സിമ്പിൾ മൊമെൻറ്റ് ഓഫ് എ ഡേ. അങ്ങനെ ഇന്ന് ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് സൺഡേ ഒരു ഈവനിങ് 4:30 ഒക്കെ ആയപ്പോഴാണ്. ആൾക്ക് ഇച്ചിരി ജോലി തിരക്കുള്ളതുകൊണ്ട് ഇപ്പോഴാണ് നമ്മൾക്ക് ടൈം കിട്ടുന്നത്. അങ്ങനെ അമ്മയോടും ജിഗ്രുവിനോടും ബായ് പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് അവനാണെങ്കിൽ നല്ല സങ്കടത്തിലുമാണ്. വല്ലപ്പോഴൊക്കെ ആണല്ലോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അങ്ങനെ അവനെ കുറച്ച് ഗെയിമൊക്കെ കളിപ്പിച്ച് ഓക്കെ ആക്കിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഞങ്ങളുടെ യാത്രയാണെങ്കിൽ നാഷണൽ ഹൈവേ ത്രൂ ആണ് കേട്ടോ. നമ്മളങ്ങ് കർണാടകയിൽ ത്രൂ ആണ് പോകുന്നത്. സോ പോകുന്ന വഴിക്കാണ് നല്ല മഴക്കാറുണ്ടെന്ന് ശ്രദ്ധിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെയിൻകോട്ട് ഇട്ട് റെഡിയായി ഞങ്ങളുടെ റൈഡ് തുടങ്ങി. ഞങ്ങൾ ഈ നാഷണൽ ഹൈവേ കവർ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഈ മഴക്കാറുള്ള വ്യൂവും ആ ഒരു നല്ലൊരു ക്ലൈമറ്റും കണ്ടപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ വീഡിയോ എടുക്കാണ്ടിരിക്കുക. ഇതൊക്കെ എനിക്കൊരു നല്ലൊരു മെമ്മറബിൾ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസാണ്. പൊതുവേ ഞങ്ങൾ സൺഡേ ട്രാവൽ ചെയ്യുമ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കുന്നതാണ്. ബട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇപ്പം പിന്നെ അതിനുള്ള സമയമുണ്ട്. ആൻഡ് നിങ്ങളെയും കൂടെ ഞങ്ങളുടെ കൂടെ കൂട്ടാമെന്നും കരുതി. ഈ കാറിലൂടെയുള്ള യാത്ര എനിക്ക് കംഫർട്ടബിളാണ്, ബട്ട് ബൈക്കിലൂടെയുള്ള യാത്രയാണ് എനിക്ക് എപ്പോഴും മെമ്മറബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങളും ഈ റൈഡ് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളുടെ യാത്ര കുറച്ച് കിഴക്കോട്ടാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വ്യൂ പോയിൻ്റ് ആണ് കരിച്ചേരി വ്യൂ പോയിൻ്റ്. ഇത് കാസർഗോഡുള്ള ഏകദേശം എല്ലാവർക്കും അറിയുന്ന പ്ലേസാണ്. സൺഡേ ഒക്കെ ആകുമ്പോൾ എല്ലാവരും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയി ചായ കുടിച്ച് വ്യൂവും കണ്ട് പലഹാരമൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യുന്നൊരു സ്ഥലമാണിത്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നല്ല വ്യൂ കാണാൻ തോന്നും. അതിലൊന്നാണ് ഇത്. ഈ ഒരു വ്യൂ കാണാൻ എന്ത് രസമല്ലേ. ഞങ്ങൾ ഇതുപോലെയുള്ള വ്യൂ കാണുമ്പോൾ അവിടെ നിൽക്കും, കുറച്ച് നേരം എൻജോയ് ചെയ്യും, എന്നിട്ടാണ് പിന്നെ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതും ഒരു വ്യൂ പോയിൻ്റ് ആണ്. ഇവിടെയും ഒരു റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട് ചായയൊക്കെ കുടിച്ച് ചില്ല് ചെയ്തിരിക്കാനായി. പക്ഷെ എനിക്കതിൻ്റെ പേരറിയില്ല. ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാം. സോ ഞാൻ അധികം സസ്പെൻസ് വെക്കുന്നില്ല. ഞങ്ങൾ സത്യം പറഞ്ഞാൽ പോകുന്നത് ബന്തടുക്കയിലേക്കാണ്. ബന്തടുക്ക ടൗണൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ നമ്മൾ കർണാടക റൂട്ടിലേക്ക് പോകുമ്പോൾ പൈമ്പച്ചാൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ജംഗിൾ ജംഗ്ഷൻ എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റ് വരും. അവിടേക്കാണ് നമ്മളുടെ ചായ കുടിക്കാനുള്ള യാത്ര. ഇത് നമ്മൾ കർണാടകയിലേക്കുള്ള വഴി ആയതുകൊണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കാടും മലയും ഇതുപോലെയുള്ള പച്ചപ്പൊക്കെ എൻജോയ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ആൻഡ് ഐ ആം റിയലി എൻജോയിങ് ദിസ് ഹോൾ വ്യൂ. നിങ്ങളും എൻജോയ് ചെയ്യുന്നുവെന്ന് ഞാൻ കരുതുന്നു. സോ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന റൂട്ടുണ്ടല്ലോ, ഈ വഴി എത്തിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ കുറച്ച് നേരം സ്റ്റക്കായി. ഞാൻ കരുതി അവൻ വണ്ടി എടുത്ത് മുന്നോട്ട് പോകുമെന്നാണ്. പക്ഷേ എൻ്റെ മനസ്സ് വായിച്ചിട്ടാണോ എന്നറിയില്ല, അവൻ അവിടെ കുറച്ച് നേരം വണ്ടി സ്റ്റോപ്പ് ചെയ്തു. ഈ വ്യൂ കണ്ടിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തോന്നിയില്ല. അങ്ങനെ ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാം, കുറച്ച് ഫോട്ടോസും വീഡിയോസും കുറച്ച് മൊമെൻറ്റ്സൊക്കെ ക്രിയേറ്റ് ചെയ്ത് പോകാമെന്ന് കരുതി. സോ എൻജോയ് ദിസ്. Hello, how are you? Hello, Sululu. ഇവിടെയുള്ള വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് വീണ്ടും ഞങ്ങളുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിക്ക് ഇതുപോലെയുള്ള പല കോപ്രായങ്ങളും കുസൃതികളും കാണിക്കലാണ് എൻ്റെ പരിപാടി. ഇതെൻ്റെ ഒരു പേഴ്സണാലിറ്റിയാണ് കേട്ടോ. എനിക്ക് അധിക നേരം മിണ്ടാതെ ഇരിക്കാൻ പറ്റാറില്ല പലപ്പോഴും. ഇവൻ്റെ കൂടെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ചൈൽഡിഷാണ്, ഓവർ എക്സ്പ്രസീവാണ്. ബൈക്കിൻ്റെ പിറകിലിരുന്നിട്ട് ഞാൻ പാട്ട് പാടും, പല ഡാൻസ് മൂവ്മെൻ്റൊക്കെ ചെയ്യും. അവനും അത് എൻജോയ് ചെയ്യാറുണ്ട്, കാരണം അവനത് ഫണ്ണായിട്ടാണ് അവനും തോന്നാറ്.
ആൻഡ് എനിക്കിങ്ങനെ ഇവൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഞാനായിരിക്കാൻ പറ്റുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് പോകുന്ന വഴിക്ക് ഇതുപോലുള്ളൊരു വ്യൂ കാണുമ്പോൾ റെക്കോർഡ് ചെയ്യാനും ഞാൻ മറക്കാറില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബന്ദടുക്ക ടൗണൊക്കെ കഴിഞ്ഞ് പയമ്പച്ചാൽ ലൊക്കേഷൻ ഏകദേശം എത്താറായി. ബന്ദടുക്ക എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് കുറേ വീഡിയോസൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങളുടെ പ്ലാൻ വീണ്ടും മാറിയത് കേട്ടോ. ഈ കാണുന്നതാണ് ജംഗിൾ ജംഗ്ഷൻ, ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്നതാണ് ഫോറസ്റ്റ് റൂട്ട്. അപ്പോൾ ഈ ഫോറസ്റ്റ് റൂട്ട് കണ്ടാൽ പിന്നെ എങ്ങനെ അതുവഴി പോകാണ്ടിരിക്കാൻ പറ്റാം. അങ്ങനെ ഞങ്ങൾ സുള്യ എന്ന് പറയുന്ന കർണാടകയിലുള്ളൊരു സ്ഥലം കൂടെ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് അവിടെ ചെന്ന് പ്ലാനൊന്നുമില്ല, ജസ്റ്റ് ടൗണൊക്കെ ഒന്ന് കാണാം, എന്നിട്ട് വീണ്ടും തിരിച്ച് ഇതേ റൂട്ടിലേക്ക് വരാം. ആൻഡ് ഇത് ഫോറസ്റ്റ് റൂട്ട് ആയതുകൊണ്ടും നമ്മൾക്ക് ഈ കിട്ടുന്ന വീക്കെൻഡ് ഡേയ്സിലൊക്കെ നന്നായി എക്സ്പ്ലോർ ചെയ്യാം. കുറച്ച് കാം ആവും, പീസ്ഫുള്ളാവും. നമ്മുടെ ലൈഫിൽ ചില സ്ട്രെസ്ഫുൾ മൊമെൻ്റൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള റൈഡ് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ആൻഡ് എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ ഈ ഫോറസ്റ്റ് റൂട്ടിലേക്ക് കൂടെ പോകുന്നത് എനിക്ക് ക്രേസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് എങ്ങനെ അത് വേർഡ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഐ റിയലി ഫീൽ സോ കാം, പീസ്ഫുൾ. ആൻഡ് നമ്മുടെ ലൈഫിലുള്ള ഓരോ സ്ട്രെസ്ഫുൾ മൊമെൻറ്റ്സിന്നൊക്കെ ഒരു ബ്രേക്ക് കിട്ടുന്നൊരു ടൈമാണ്. ആൻഡ് പിറകിലിരുന്ന് ഞാൻ ഇതുപോലെയുള്ള ഓരോ വീഡിയോസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തോ ഭാഗ്യത്തിന് മഴയുണ്ടായില്ല. ആൻഡ് ടൗണിലെത്തിയ സമയത്ത് നല്ല മഴയായിരുന്നു, പക്ഷേ ഈ ഫോറസ്റ്റ് റൂട്ട് എടുത്ത സമയത്ത് മഴയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ പല നല്ല വ്യൂസും ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റി. ആൻഡ് എൻ്റെ മെയിൻ ക്രേസ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഈ സ്കൈ ആൻഡ് കവർ ചെയ്യുന്ന ട്രീസൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് വെക്കുക. അത് ഞാൻ എൻ്റെ മെമ്മറി ആയിട്ട് എപ്പോഴും ഞാൻ എൻ്റെ ഫോൾഡറിൽ എടുത്ത് വെക്കുന്നതാണ്. ആൻഡ് ഇവനാണെന്നുണ്ടെങ്കിൽ റൈഡ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവന് യാതൊരു റെസ്റ്റും വേണ്ട. ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ എപ്പോൾ പോയാൽ മതി എന്ന് അവൻ ചോദിക്കും. ആൻഡ് ഈ വഴിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പല ബോർഡും കാണാൻ കേട്ടോ. ദേ ഗോ സ്ലോ, ആനയുണ്ട്. ആന ക്രോസ് ചെയ്യുന്ന ഏരിയയാണിത്. ബട്ട് എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ഇതുവരെ ആന ഈ വഴിക്ക് കണ്ടിട്ടില്ല. പക്ഷെ പോകുന്ന റൂട്ടിലൊക്കെ ആൾക്കാരൊക്കെ പറയാറുണ്ട് ആ ഏരിയയിൽ ആനയുണ്ട്, പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ബട്ട് ഞങ്ങളുടെ എന്തോ ഭാഗ്യമാണോ കഷ്ടകാലമാണോ എന്നറിയില്ല, ആനയുടെ പൊടി പോയിട്ടൊരു വാല് പോലും ഞങ്ങൾ കണ്ടില്ല. ഇപ്പം നമ്മൾ ഏകദേശം കർണാടക ബോർഡർ എത്താറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ കർണാടകയിലെത്തിയിട്ടുണ്ട്. കാണുന്ന ബോർഡൊക്കെ ഇപ്പോൾ കന്നഡയിലാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു കർണാടക സ്മെല്ലടിക്കുന്നുണ്ട്. വേറെ തന്നെ ആൾക്കാർ, വേറെ തന്നെ കൈൻഡ് ഓഫ് ഷോപ്പുകൾ, ഒരു പ്രത്യേക വേറെ ഒരു വൈബാണ് ബോർഡർ കടന്ന് കേരളം കഴിഞ്ഞ് നമ്മൾ കർണാടകയിലെത്തുമ്പോൾ. ആൻഡ് ഇവിടെ വന്നാൽ എനിക്ക് ആകെ പറയാൻ അറിയുന്നൊരു കാര്യം കന്നഡ അർത്ഥാകത്തെ മാത്താടക്കാകല്ല എന്നുള്ളത് മാത്രമാണ്. ആൻഡ് പോകുന്ന വഴിക്ക് നിങ്ങൾക്കിപ്പോൾ ഇത് ഈ കാണുന്ന കോടമഞ്ഞ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നന്നായി കോടമഞ്ഞൊക്കെ കവർ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ പോണേ. ആൻഡ് വീണ്ടും ഇതിപ്പോൾ ഒരു ഫോറസ്റ്റ് റൂട്ട് തന്നെയാണ്. പോകുന്ന വഴിക്ക് ഇടയിൽ കുഞ്ഞു കുഞ്ഞു ടൗണൊക്കെ നമുക്ക് കാണാം. ആൻഡ് ചില സ്ഥലങ്ങളുണ്ട്, ചെറിയ തറവാട്, ചെറിയ ടെമ്പിളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഏരിയാസ് ഉണ്ട് കേട്ടോ ഈ വഴിയിൽ. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടും വീട്ടിൽ നൈറ്റ് മുന്നേ തിരിച്ചെത്താനുള്ളത് കൊണ്ടും അതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഫേവറേറ്റ് ഒരു സ്റ്റേറ്റാണ് കർണാടക. കാരണം ഒരു 6-7 വർഷമായിട്ട് ഞാൻ ബാംഗ്ലൂരിൽ തന്നെ ആയതുകൊണ്ട് എന്തെന്നറിയില്ല, കർണാടകയിലേക്ക് വരുമ്പോൾ എനിക്കൊരു ഹോം ടൗൺ ഫീല് പോലെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ ഇതേ കുഞ്ഞു കുഞ്ഞു ടൗണുണ്ട്. ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങാനുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനൊക്കെ ചെയ്യാം. ചെറുതായിട്ട് ഫുഡോ വെള്ളമൊക്കെ വാങ്ങിക്കാം. ആൻഡ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഒരു കുഞ്ഞു ടൗണ് കഴിയും, വീണ്ടും ഫോറസ്റ്റ്. അങ്ങനെയാണ് ഈ റൂട്ട് പോകുന്നത്. കംപ്ലീറ്റ്ലി ഫോറസ്റ്റ് റൂട്ടല്ല, ഇടയിൽ ടൗണൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടയ്ക്ക് നിർത്തി റെസ്റ്റൊക്കെ എടുക്കാൻ പറ്റി. ആൻഡ് ഇടയിലിപ്പോൾ ഇത് എപ്പോഴും ഞാൻ കാണിക്കുന്നത് പോലെ സ്കൈ വ്യൂസും ഈ മരങ്ങളൊക്കെ മറഞ്ഞിരിക്കുമ്പോൾ അതിലൂടെ ഇങ്ങനെ പോകുന്നൊരു ഫീല് കാണാൻ നല്ല രസമാണ്. ആൻഡ് നമ്മളിപ്പോൾ ഏകദേശം സുള്ളിയ ടൗൺ എത്താറായി. ആൻഡ് ഇടയ്ക്ക് ഞങ്ങൾ ഇതേപോലെ റൈഡേഴ്സിനൊക്കെ കണ്ടു, അവരോടൊക്കെ ബായ് പറഞ്ഞു. എനിക്ക് റൈഡേഴ്സിനെ കാണുമ്പോൾ ഭയങ്കര വേറെ തന്നെ ഒരു ക്രേസാണ്. ആൻഡ് യെസ്, നൗ വി ആർ അബൌട്ട് ടു റീച്ച്. സോ ഞാൻ നേരത്തെ പറഞ്ഞ ടൗണാണ് ഇത്, സുള്ളിയ. ഇത് കർണാടകയിലാണ് കേട്ടോ. ഒരു ചെറിയൊരു ചേട്ടൻ റോസാപ്പൂ വാങ്ങിക്കാൻ പോവാണ്. വഴിയിലൊരു റോസാപ്പൂ കട കണ്ടു. സോ താങ്ക് യു സോ മച്ച്.
പിന്നെ റോസാപ്പൂ കിട്ടിയ ഹാപ്പിനെസ്സിലാണ് ഞാൻ. കർണാടകയിൽ വന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഫ്ലവേഴ്സ് വാങ്ങിക്കുക എന്നുള്ളത്. അത് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. മടിക്കേരി പോകുന്ന റൂട്ടാണ്, നേരെ പോകും. ബട്ട് നമ്മൾക്ക് തിരിച്ചു പോവുകയാണ്. ഇത് നമ്മുടെ പ്ലാനിൽ ഉണ്ടായില്ല. വി ജസ്റ്റ് മെയ്ഡ് എ പ്ലാൻ. ഈ കാണുന്നതാണ് ചന്ദ്രഗിരി പുഴ. ഇത് പോകുന്ന വഴിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല, പക്ഷേ ഇപ്പം നിങ്ങൾക്ക് കാണിക്കാമെന്ന് കരുതി. ആൻഡ് ഫോറസ്റ്റിലൂടെ പോയപ്പോൾ ആനയെ കണ്ടില്ലെങ്കിൽ എന്താ, നമ്മൾക്കൊരു ആമയെ കിട്ടിയില്ലേ. സൈഡാക്കി ഞങ്ങൾ അതിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് പേടിച്ച് പാവം ഒരു മൂലയ്ക്ക് പോവുമായിരുന്നു. പാവം. അങ്ങനെ തിരിച്ചു വരുന്ന വഴി ഞങ്ങളൊരു സൈഡാക്കിയിട്ട് ആശാന് കുറച്ച് ഫോട്ടോ എടുക്കണം. പിന്നെ ഞാനും ചെറുതായിട്ട് സൈലൻ്റായിട്ട് അവിടെ നിൽക്കാമെന്ന് കരുതി. നമുക്കതിലേ നടന്നു പോയാലും പാടി വിളിക്കും. അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പൈമ്പച്ചാലിലേക്ക് റൈഡ് തുടങ്ങി. അവിടെ എത്തിയിട്ട് വേണം ഒരു ചായ കുടിക്കാനായിട്ട്. നേരെ ഓൾറെഡി ഇരുട്ടി തുടങ്ങിയത് കൊണ്ട് തന്നെ അധികം വണ്ടികളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ വേഗം പോവുമായിരുന്നു. ആൻഡ് വൈബിന് വേണ്ടി ഞാൻ എപ്പോഴത്തെയും പോലെ കോപ്രായം കാണിക്കുന്നു, ആശാനും അതുപോലെ ചെയ്യുന്നു. ആളെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ അവനും ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഫണ്ണായിട്ടായിരിക്കും എൻ്റെ കൂടെ എപ്പോഴും നിൽക്കാറ്. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട ജംഗിൾ ജംഗ്ഷനിലേക്ക് എത്തി. ഇനി ഒരു ചായ കുടിക്കുക, റെസ്റ്റ് എടുക്കുക. ആഹാ, ചായ കുടിച്ചപ്പോൾ തന്നെ എൻ്റെ ഫേസിൽ കാണുന്ന പോലെ വാവ്, നല്ലൊരു ചായ ആയിരുന്നു. ആൻഡ് ഐ റിയലി ഫീൽ സോ ഗുഡ്. ആ റൈഡും കഴിഞ്ഞ് ആ തണുപ്പത്ത് ചായയും ഒരു ഉഴുന്നുവടയും എന്ത് ഫീലാണ്. അവനാണെന്നുണ്ടെങ്കിൽ ഉണ്ടക്കായോ അങ്ങനെ എങ്ങാണ്ടൊരു പലഹാരമാണ് അവൻ വാങ്ങിച്ച് കഴിച്ചത്. ആൻഡ് വി വർ ജസ്റ്റ് എൻജോയിങ്. അതിൻ്റെ ഇടയിൽ ഈ വ്യൂ കാണാനാണെങ്കിൽ ഒന്നും പറയണ്ട കേട്ടോ. ഒരു സൈഡിൽ ഫോറസ്റ്റ്, ഇപ്പോഴത്തെ സൈഡിൽ ചായക്കട. അധികം തിരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ എവിടെ പോയാലും എനിക്ക് കിട്ടുന്ന ഒരാളാണ് ഈ പട്ടിക്കുട്ടികൾ. അവരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വെറുതെ പോകാൻ തോന്നാറില്ല. അവരോട് കുറച്ച് നേരം മിണ്ടിയും പറഞ്ഞു കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് വൈബായിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഓൾറെഡി വീട്ടിലെത്തി. വരുന്ന വഴിക്ക് നല്ല മഴയായതുകൊണ്ട് ഒന്നും റെക്കോർഡ് ചെയ്യാനും പറ്റിയില്ല കേട്ടോ. ആൻഡ് വീട്ടിലെത്തിയപ്പോഴാണെന്നുണ്ടെങ്കിൽ ജിഗ്രിക്കുട്ടം വാലാട്ടി എന്നെ വെയിറ്റ് ചെയ്ത് നിൽപ്പാണ്. സോ that's it for the day. Life is not about visiting famous places. Sometimes the happiest memories come from simple, unplanned moments. Thank you for joining me today. If you enjoyed this vlog, don't forget to subscribe to Arts and Breeze. See you in the next peaceful journey. Until then, take care. Bye.